അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ അമ്മീറ്ററും അതുപോലെ ഡിജിറ്റൽ വോൾട്ട്മീറ്ററിനെയും കുറിച്ചാണ്. അപ്പോൾ അനലോഗ് അമ്മീറ്ററും അനലോഗ് വോൾട്ട്മീറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ അമ്മീറ്ററും ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൻ്റെയും വർക്കിംഗ് ആണ്. ഡിജിറ്റൽ അമ്മീറ്റർ എന്ന് പറയുമ്പോൾ മെഷർ ദ കറണ്ട് ഇൻ ആംബിയർ ആണ് ഡിസ്പ്ലേ ഇൻ ദ ഡിജിറ്റൽ. അതായത് ആംബിയറിനെ നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ടൊരു പോയിൻ്റർ ഒരു സ്കെയിൽ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ മൂവ് ചെയ്തിട്ട് നമുക്ക് റീഡിങ് കിട്ടുന്നതായിരുന്നു അനലോഗിലെ രീതിയെങ്കിൽ ഇവിടെ കറണ്ടിനെ ആംബിയറിൽ മെഷർ ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്കതൊരു ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്ന ഡിജിറ്റലി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ അമ്മീറ്ററിനകത്തുള്ളത്. ഒരു സ്ക്രീനിൻ്റെ മേലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. It provides the information about current drawn and current continuity to help users troubleshoot the electrical loads. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രൊവൈഡ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് എത്ര കറണ്ട് വലിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കറണ്ട് കണ്ടിന്യൂറ്റി കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ടു ഹെൽപ്പ് യൂസേഴ്സ് ദ ട്രബിൾ ഷൂട്ട് ഇലക്ട്രിക്കൽ ലോഡ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ ലോഡ്സ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ അത് സാധിക്കും. അതിന് പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ലീഡ്സ് ഉണ്ടാവും. അതുപോലെ ഒരു ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഡിജിറ്റൽ അമ്മീറ്ററിന് ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലീഡ്സ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ അമ്മീറ്റർ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ സർക്യൂട്ട് സോ ദാറ്റ് ദ കറണ്ട് ഫ്ലോ പാസസ് ത്രൂ ദി മീറ്റർ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മീറ്ററിലൂടെ സുഖമായിട്ട് കറണ്ട് പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിജിറ്റൽ അമ്മീറ്ററിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഹൈ കറണ്ട് ഫ്ലോ മേ ഇൻഡിക്കേറ്റ് ദ ഷോർട്ട് സർക്യൂട്ട് ഓർ ഡിഫക്റ്റീവ് കറണ്ട്. അപ്പം നമ്മൾ ഡിഫക്റ്റീവ് കമ്പണൻറ്റ് അപ്പം നമുക്കതിനകത്ത് ഹൈ കറണ്ടാണ് കാണിക്കുന്നതെങ്കിൽ ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ കമ്പണൻറ്റ് ഡിഫക്റ്റീവ് ആണ് എന്നർത്ഥം. ഇനി ലോ കറണ്ട് ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിലും ഒരുപാട് ലോ കറണ്ടാണ് കാണിക്കുന്നതെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും മീറ്ററിന് ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാം. എ സി മെഷർ ചെയ്യാനും അതുപോലെ ഡി സി മെഷർ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. മെനി ഡിജിറ്റൽ അമ്മീറ്റേഴ്സ് ഇൻക്ലൂഡ് എ കറണ്ട് സെൻസർ ബിൽഡ് ഇൻ ദ മീറ്റർ ഓർ ദാറ്റ് ഈസ് ക്ലാംപ്ഡ് അറൗണ്ട് ദ വയർ. അപ്പം ഒരുപാട് ഡിജിറ്റൽ അമ്മീറ്റേഴ്സിനകത്ത് കറണ്ട് സെൻസർ അതിൻ്റെ കൂടെ ബിൽട്ട് ഇൻ ആയിട്ട് വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വയറിന് ചുറ്റുമായിട്ട് ക്ലാമ്പ് ചെയ്ത രീതിയിലായിട്ടും വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ അമ്മീറ്റേഴ്സ് ക്യാൻ മെഷർ ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് എ സി കറണ്ട് ആൻഡ് ഡി സി കറണ്ട് ആൻഡ് ഓൾസോ എ സി ഫ്രീക്വൻസി. ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള എ സി കറണ്ടും ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള ഡി സി കറണ്ടും അതുപോലെ എ സി ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ അമ്മീറ്റേഴ്സ് യൂസ് ചെയ്താൽ നമുക്ക് സാധിക്കും. ഫിഗറിലൊരു ടിപ്പിക്കൽ ഡിജിറ്റൽ അമ്മീറ്ററിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അമ്മീറ്ററാണ് അതിന് താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇവിടെ ഡി സി ആണ് മെഷർ ചെയ്ത് കാണിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ബാറ്ററീസ് ആർ പ്രൊവൈഡഡ് ഇൻ ഇറ്റ് ടു ഓപ്പറേറ്റ് വിത്തൗട്ട് പ്ലഗ് ഇൻ പവർ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദി ഔട്ട്ഡോർ യൂസ്. നമ്മളിതിനകത്ത് ബാറ്ററി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പവർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്തോട്ട് പവർ പ്ലഗ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഔട്ട്ഡോർ യൂസിന് യൂസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും അതിൻ്റെ കൂടെ ബാറ്ററി കൂടെ ഫിക്സ് ചെയ്തിട്ട് വരികയാണെങ്കിൽ. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ മെഷർമെൻറ്റ്സ് ആൻഡ് അഡ്വാൻസ്ഡ് ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്പെഷ്യൽ മെഷർമെൻറ്റ്സിനും അതുപോലെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്പെഷ്യലായിട്ട് മെഷർമെൻറ്റ്സിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്ജസ്റ്റ് ദ സാമ്പിളിംഗ് റേറ്റ്സ് ഓട്ടോമാറ്റിക്കലി. ഇതെന്തിനാണ് സാമ്പിളിംഗ് റേറ്റുകൾ? സാമ്പിളിംഗ് എന്ന് പറയുമ്പം നമ്മുടെ അനലോഗിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുമ്പം അതിനെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് സാമ്പിൾ ചെയ്യുക എന്ന് പറയാം. ഓരോ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലിയാണ് സാമ്പിളിംഗ് റേറ്റുകൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ദ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ ആസ് ബാർ ഗ്രാഫ്. സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ അതായത് അപ്പോഴത്തെ സ്റ്റാറ്റസിൻ്റെ ഇൻഫോർമേഷൻ എന്താണ് എന്നുള്ളത് ഒരു ബാർ ഗ്രാഫായിട്ടാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഡെസിമൽ റീഡിങ്സ് വരെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അനലോഗ് ആണെങ്കിൽ നമുക്ക് ഡെസിമൽ റീഡിങ്സ് മെഷർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എറർ വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പം ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്കിവിടെ എറർ ഒരു പരിധിക്കപ്പുറം നമുക്കിവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ഡിജിറ്റൽ വോൾട്ട് മീറ്റർ. ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആയാലും നമുക്ക് എന്താ ചെയ്യുന്നത്? എ സി അല്ലെങ്കിൽ ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യേണ്ട എ സി അല്ലെങ്കിൽ ഡി സി വോൾട്ടേജിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ആസ് ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ ഇൻസ്റ്റെഡ് ഓഫ് എ പോയിൻ്റർ റിഫ്ലക്ഷൻ ഓൺ എ കണ്ടിന്യൂസ് സ്കെയിൽ ആസ് ഇൻ ദ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പോലെ ഒരു പോയിൻ്റർ ഉപയോഗിച്ച് ഒരു സ്കെയിലിൻ്റെ മേലെ ഗ്രാജുവേറ്റഡ് സ്കെയിലിൻ്റെ മേലെ മൂവ് ചെയ്യുന്നതായിട്ടല്ലാതെ ഡിസ്ക്രീറ്റ് ആയിട്ട് ന്യൂമറിക്കലായിട്ട് നമുക്കൊരു സ്ക്രീനിൻ്റെ മേലെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്ന് എ സി ആയാലും ഡി സി ആയാലും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിലുള്ളത്. ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് റീഡ് ഔട്ട് ഓഫ് DVMs ഈസ് ഈസി ആസ് ഇറ്റ് എലിമിനേറ്റ്സ് ദ ഒബ്സർവേഷണൽ എറർ ഇൻ ദ മെഷർമെൻറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം ഒബ്സർവേഷണൽ എറേഴ്സ് പാരലാക്സ് എറർ അങ്ങനെയുള്ള എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പരമാവധി ഇതിനകത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പാരലാക്സ് എറർ എലിമിനേറ്റ് ചെയ്യാം. റീഡിംഗ് ക്യാൻ ബി ടേക്കൺ വെരി ഫാസ്റ്റ്. നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിംഗ് എടുക്കാം. നമ്മളിങ്ങനെ ഓരോ
സ്കെയിലുകളും ഓരോ ഡിവിഷൻസും എത്രയാണ് വരുന്നത് എന്ന് അളന്ന് മുറിച്ച് നോക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റീഡിംഗ് എടുക്കാനായിട്ട് സാധിക്കും. ഔട്ട്പുട്ട് ക്യാൻ ബി ഫെഡ് ടു മെമ്മറി ഡിവൈസസ് ഫോർ സ്റ്റോറേജ് ആൻഡ് ഫ്യൂച്ചർ കമ്പ്യൂട്ടേഷൻസ്. പിന്നെ ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻസിൻ്റെ അകത്താണെങ്കിൽ അവിടെ മെമ്മറി ഫെസിലിറ്റി കൂടി ഉണ്ടാവും. അതായത് നമ്മൾ മെഷർ ചെയ്ത വാല്യൂസിന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കഴിവ് കൂടി ഡിജിറ്റൽ മീറ്റേഴ്സിനുണ്ടാവും. അതായത് നമുക്ക് പിന്നീട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്ത വാല്യൂസിന് നമുക്ക് സേവ് ചെയ്ത വാല്യൂസിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനായിട്ട് കൂടി സാധിക്കും. മോർ വേഴ്സറ്റൈൽ ആൻഡ് ആക്യുറേറ്റ്, പല വെറൈറ്റിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോമ്പാക്റ്റ് പോർട്ടബിൾ, നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പത്തിലുള്ളൊരു രീതിയിലാണ്. അതുപോലെ ചീപ്പാണ്. ലോ പവർ മാത്രമേ അതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡിജിറ്റൽ വോൾട്ടിമീറ്റർ. ഒരു ഡിജിറ്റൽ വോൾട്ടിമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൽ മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത് ഒന്ന് ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ അതിനകത്തോട്ട് ഏത് വോൾട്ടിമീറ്റർ നമ്മൾ ഏത് വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് സിഗ്നലിന് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയാം. ദെൻ പൾസ് ജനറേറ്റർ, നമ്മൾ കൊടുത്ത അനലോഗ് സിഗ്നൽസ് അനുസരിച്ച് അതിനെ എന്ത് ചെയ്യണം, അതിൽ നിന്നും പൾസ് ജനറേറ്റ് ചെയ്യണം. വോൾട്ടേജ് സോഴ്സ് യൂസസ് ഡിജിറ്റൽ അനലോഗ് ഓർ ബോത്ത് ടെക്നിക്സ് ടു ജനറേറ്റ് എ റെക്ടാങ്കുലർ പൾസ്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്നും ഒരു റെക്ടാങ്കുലർ പൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിജിറ്റലി യൂസ് ചെയ്യാം, അനലോഗും അതുപോലെ രണ്ട് ടെക്നിക്കും കൂടി ഒരുമിച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. The width and frequency of the rectangular pulse is controlled by the digital circuit inside the generator, while amplitude with rise and fall time is controlled by the analog circuitry. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടും അനലോഗ് സർക്യൂട്ടും ഒരുമിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം എന്ന് പറയുമ്പം നമ്മൾ ഇതിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്ടാങ്കുലർ പൾസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ റെക്ടാങ്കുലർ പൾസിൻ്റെ വിഡ്ത്തും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ടും അതുപോലെ ഇതായത് ജനറേറ്ററിൻ്റെ അകത്തുള്ള ഡിജിറ്റൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് റെക്ടാങ്കുലർ പൾസിൻ്റെ വിഡ്ത്തും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റൈസ് ആൻഡ് ഫാളിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ടറി അനുസരിച്ചിട്ടുമാണ്. ഫ്രീക്വൻസിയും വിഡ്ത്തും ഡിജിറ്റൽ സർക്യൂട്ട് അനുസരിച്ചിട്ട് അനലോഗ് സർക്യൂട്ടറി എന്ന് പറയുമ്പം അത് അനലോഗ് സിഗ്നലിൻ്റെ വേരിയേഷൻ എത്ര വരുന്നുണ്ട് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റൈസും ഫാളും കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഫിഗർ കാണിച്ചിട്ടുള്ളത് ഇതാണ്, ഒരു ഡിജിറ്റൽ അമ്മീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് വരുന്നത് ഒരു ആൻഡ് ഗേറ്റ് ആണ്. ഇറ്റ് ഗീവ്സ് ദ ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ദ ഇൻപുട്ട് ആൻഡ് high input only when both the inputs are high. When a train pulse is fed into along with the rectangular pulse, it provides output having train time duration as same and the rectangular pulse from the pulse generator. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആൻഡ് ഗേറ്റ് ആണ്. ഒരു ആൻഡ് ഗേറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പം അതിലേക്ക് പോകുന്ന രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ട്രെയിൻ പൾസും അതിനോടുകൂടെ തന്നെ ഒരു റെക്ടാങ്കുലർ പൾസും കൂടെ, നമ്മുടെ റെക്ടാങ്കുലർ പൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത പൾസ് ജനറേറ്റർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത പൾസും അതുപോലെ റെക്ടാങ്കുലർ പൾസും ഒരു ട്രെയിൻ പൾസും കൂടെ നമ്മൾ ഒരുമിച്ച് ആൻഡ് ഗേറ്റിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വാല്യൂ ഒരുപോലെ ഹൈ ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ ആൻഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഹൈ ആയിട്ട് വരുള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഹാവിങ് ദ ട്രെയിൻ ടൈം ഡ്യൂറേഷൻ ആസ് എ സെയിം. ട്രെയിൻ ടൈമിൻ്റെ ഡ്യൂറേഷൻ എന്താണോ അതേ ഡ്യൂറേഷനിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. ആൻഡ് ദ റെക്ടാങ്കുലർ പൾസ് ഫ്രം ദി പൾസ് ജനറേറ്റർ. റെക്ടാങ്കുലർ പൾസ് ജനറേറ്റർ എന്ന് വരുന്ന റെക്ടാങ്കുലർ പൾസിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. ദെൻ ഡെസിമൽ ഡിസ്പ്ലേ എന്ന് പറയുമ്പം ഇറ്റ് കൗണ്ട്സ് ദ നമ്പർ ഓഫ് ഇമ്പൾസസ് ആൻഡ് ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ഓൺ LED ഓർ LCD ഡിസ്പ്ലേ ആഫ്റ്റർ കാലിബ്രേറ്റിംഗ് ഇറ്റ്. ഇപ്പോൾ കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷം LED അല്ലെങ്കിൽ ഒരു LCD ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ഇമ്പൾസസ്, എത്ര ഇമ്പൾസസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് ആ ഇമ്പൾസസിൻ്റെ എണ്ണമാണ് ഡെസിമൽ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ആണ് അവിടെ നമ്പർ ഓഫ് ഇമ്പൾസസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ വർക്കിംഗ് എന്ന് പറയുമ്പം അൺനോൺ വോൾട്ടേജ് സിഗ്നൽ ഈസ് ഫെഡ് ടു ദ പൾസ് ജനറേറ്റർ വിച്ച് ജനറേറ്റ്സ് എ പൾസ് ഹൂസ് വിഡ്ത്ത് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ നമ്മളൊരു അൺനോൺ വോൾട്ടേജ് സിഗ്നലിൻ്റെ, നമുക്ക് അറിയാത്തൊരു വോൾട്ടേജ് സിഗ്നൽ, വോൾട്ടേജ് എത്രയാണെന്ന് അറിയാത്തൊരു വോൾട്ടേജ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പൾസ് ജനറേറ്ററിനകത്തേക്ക് കടത്തിവിടും. അങ്ങനെ പൾസ് ജനറേറ്ററിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പൾസിൻ്റെ വിഡ്ത്ത് എങ്ങനെയായിരിക്കും? പ്രപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് സിഗ്നലിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പൾസ് വിഡ്ത്ത് ആയിരിക്കും അതിലുണ്ടാവുക. ഔട്ട്പുട്ട് ഓഫ് ദ പൾസ് ജനറേറ്റർ ഈസ് ഫെഡ് ടു വൺ ലെഗ് ഓഫ് ദി ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടിലേക്ക് നമ്മൾ ഈ പൾസ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ കൊടുക്കും. ആൻഡ് ഗേറ്റിൻ്റെ മറ്റേ ഇൻപുട്ടിലേക്ക് എന്തായിരിക്കും? ഒരു ട്രെയിൻ ഓഫ് പൾസസ് ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് ഓഫ് ദി ആൻഡ് ഗേറ്റ് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? പോസിറ്റീവ് ട്രിഗേർഡ് ട്രെയിൻ ഓഫ് ദി ഡ്യൂറേഷൻ.
പോസിറ്റീവ് ട്രിഗേർഡ് ട്രെയിൻ ആയിരിക്കും നമ്മൾ അതിനകത്തോട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ഓഫ് ദ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ട്രിഗേർഡ് ട്രെയിൻ ആണ്. ഓഫ് ഡ്യൂറേഷൻ സെയിം ആസ് ദ വിഡ്ത്ത് ഓഫ് ദ പൾസ് ജനറേറ്റഡ് ബൈ ദ പൾസ് ജനറേറ്റർ. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആസ് ദ വിഡ്ത്ത് ഓഫ് ദ പൾസ് ജനറേറ്റഡ് ബൈ ദ പൾസ് ജനറേറ്റർ. പൾസ് ജനറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പൾസിൻ്റെ സെയിം വിഡ്ത്തിലായിരിക്കും ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും വരുന്നത്. ദിസ് പോസിറ്റീവ് trigger train is fed to the inverter which converts it into a negative trigger train. ഇപ്പോൾ ഒരു പോസിറ്റീവ് ട്രിഗർ ട്രെയിൻ ആണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. പോസിറ്റീവ് ട്രിഗർ ട്രെയിൻ എന്ന് പറയുമ്പം അതിൻ്റെ ഫസ്റ്റ് ലീഡിങ് എഡ്ജിൽ, അതായത് ഫസ്റ്റിൽ നമ്മൾ മേലേക്ക് പൊന്തുന്ന, അപ്പോൾ ഒരു പൾസിൻ്റെ മേലേക്ക് പൊന്തുന്ന എഡ്ജിനെയാണ് പോസിറ്റീവ് ട്രിഗേർഡ് എഡ്ജ് എന്ന് പറയാം. അപ്പോൾ ഒരു പോസിറ്റീവ് ട്രിഗേർഡ് ട്രെയിനിൽ ആ ഒരു എഡ്ജിൽ അതിനെ ഓൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ട്രിഗർ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ മേലേക്ക് പൊന്തുന്ന സമയത്താണ് അതിന് ട്രിഗർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പോസിറ്റീവ് ട്രിഗർ ട്രെയിൻ എന്ന് പറയും. ഈ പോസിറ്റീവ് ട്രിഗർ ട്രെയിൻ ഈസ് ഫെഡ് ടു ദ ഇൻവെർട്ടർ. ഇൻവെർട്ടറിനകത്തേക്ക് നമ്മൾ ഈ പോസിറ്റീവ് ട്രിഗർ ട്രെയിനെ നമ്മൾ കൊടുത്തിട്ട് അതിനെ നെഗറ്റീവ് ട്രിഗേർഡ് ട്രെയിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഔട്ട്പുട്ട് ഓഫ് ദ ഇൻവെർട്ടർ ഈസ് ഫെഡ് ടു എ കൗണ്ടർ വിച്ച് കൗണ്ട്സ് ദ നമ്പർ ഓഫ് ട്രിഗേഴ്സ് ഇൻ ദ ഡ്യൂറേഷൻ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ നമ്മൾ അതിനെ പിന്നെ ഒരു കൗണ്ടറിലേക്ക് കൊടുക്കുക. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിന് ഒരു കൗണ്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും ഇൻപുട്ട് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡ്യൂറേഷനിൽ എത്ര ട്രിഗർ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് മെഷർ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അണ്ടർ മെഷർമെൻറ്റ്. അപ്പോൾ ആ മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് എത്രയാണ് വോൾട്ടേജിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് കിട്ടുന്നത്. ദിസ് കൗണ്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ടു ഇൻഡിക്കേറ്റ് വോൾട്ടേജ് ഇൻ വോൾട്ട് കൺവേർട്സ് ആൻഡ് വോൾട്ട് converts an analog signal into a train of pulses. The volt number is proportional to the input signal. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റ് വോൾട്ടേജുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കാലിബ്രേറ്റഡ് ടു ദ ഈ കൗണ്ടറിനെ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ എ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് എനി വൺ ഓഫ് ദി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ മെത്തേഡ്. ഇപ്പോൾ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഏത് എ ഡി കൺവേർഷൻ എന്ന് പറയുമ്പോൾ അനലോഗിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ, അത് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലേത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് ഡിജിറ്റൽ വോൾട്ട്മീറ്ററിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫിഗറിൽ കാണിച്ചിട്ട് ബ്ലോക്ക് ഡയഗ്രാമിൻ്റെ ഇൻപുട്ട് സിഗ്നൽ നമ്മളൊരു ആറ്റുനേറ്ററിലേക്ക് കൊടുത്തു. ആറ്റുനേറ്ററിന് എ ഡി സിന്ന് കൗണ്ടറിന്ന് റീഡ് ഔട്ട് സിസ്റ്റം. ഇനി എ ഡി കൺവേർഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ മെത്തേഡിനനുസരിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണ്? റാമ്പ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഉണ്ട്, ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് വോൾട്ട് മീറ്റർ ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഉണ്ട്, ദെൻ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഉണ്ട്, കണ്ടിന്യൂസ് ബാലൻസ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദി AD conversion method selected.